നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ പ്രിലിമിനറി എക്സാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതിന് മുൻപ് ഏതാണ്ട് 3ഓളം ഘട്ടങ്ങളിലായിട്ട് എക്സാം നടന്നിരുന്നു. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇപ്പോൾ ഒരു അവസരം കൂടി കേരള PSC കൊടുക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു എക്സാം എഴുതാത്ത മുഴുവൻ ആൾക്കാർക്കൊന്നും അവസരം ലഭിക്കില്ല. ഇവർ ചില മാതൃക പറയുന്നുണ്ട്. ആ ഒരു നിബന്ധനയിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരവസരം കൂടി കേരള PSC എക്സാം എഴുതാൻ വേണ്ടിയിട്ട് തരുന്നതായിരിക്കും. അവസാന ഘട്ടത്തിലായിരിക്കും ആ ഒരു അവസരം വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ നിബന്ധന എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2024 ഡിസംബർ മാസം 28-ാം തീയതി, അതുപോലെ തന്നെ 2025 ജനുവരി 11, 25 തീയതികളിലെ പൊതു പ്രാഥമിക പരീക്ഷാ ദിവസങ്ങളിൽ അംഗീകൃത സർവകലാശാലകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നടത്തിയ ഏതെങ്കിലും പരീക്ഷ ഉണ്ടായിരുന്നവർ 2 പരീക്ഷയുടെയും അഡ്മിഷൻ ടിക്കറ്റ് പരീക്ഷാ തീയതി തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്. ആ ഒരു അഡ്മിഷൻ ടിക്കറ്റ് ഹാജരാക്കിയാലോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അപകടമൊക്കെ പറ്റി ചികിത്സയിലുള്ളവർ അല്ലെങ്കിൽ അസുഖബാധിതരാണ് എങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ട് എങ്കിൽ, കൂടാതെ പ്രസവ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്കും ചികിത്സാ സർട്ടിഫിക്കറ്റോ മെഡിക്കൽ സർട്ടിഫിക്കറ്റോ ഹാജരാക്കാം. ഗർഭിണികളായ ഉദ്യോഗാർത്ഥികളിൽ യാത്രാ ബുദ്ധിമുട്ടുള്ളവർ അല്ലെങ്കിൽ ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ചിട്ടുള്ളവർ എന്നിവർക്കും അത് തെളിയിക്കുന്നതിനുള്ള ഒരു നിശ്ചിത മാതൃകയിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. ഇതിനൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി കേരള PSC ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ചികിത്സാ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കിയാലോ, പരീക്ഷാ തീയതിയിൽ സ്വന്തം വിവാഹം നടന്ന ഉദ്യോഗാർത്ഥികൾക്ക് തെളിവ് സഹിതം അപേക്ഷിച്ചാലോ, ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മരണം കാരണം പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് രേഖകൾ സഹിതം അപേക്ഷിച്ചാലോ 2025 ഫെബ്രുവരി മാസം 8-ാം തീയതി നടക്കുന്ന 4ാം ഘട്ട പരീക്ഷ എഴുതുവാൻ അവസരം നൽകുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ഏതെങ്കിലും ഒരു നിബന്ധന നിങ്ങൾക്ക് ഉൾപ്പെടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഫെബ്രുവരി മാസം 8-ാം തീയതി നടക്കുന്ന 4ാം ഘട്ട എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അവരുടെ പരീക്ഷാ കേന്ദ്രം ഉൾപ്പെടുന്ന PSC ജില്ലാ ഓഫീസിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുവനന്തപുരം ജില്ല ഒഴികെയുള്ള ജില്ലാ ഓഫീസുകളിൽ അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയിട്ടുള്ള വ്യക്തി മുഖേനയോ നേരിട്ടോ നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകർ PSCയുടെ ആസ്ഥാന ഓഫീസിലെ ES വിഭാഗത്തിൽ അപേക്ഷ നൽകേണ്ടതാണ്. 2025 ജനുവരി 27 മുതൽ 31 വൈകുന്നേരം 5:15 വരെ ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ജനുവരി 31 ശേഷവും 27 മുൻപും ലഭ്യമായ അപേക്ഷകർ പരിഗണിക്കുന്നതല്ല. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇമെയിൽ അല്ലെങ്കിൽ തപാൽ വഴി ലഭിക്കുന്ന അപേക്ഷകരും സ്വീകരിക്കുന്നതല്ല. നിങ്ങൾ നേരിട്ട് തന്നെ ആ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ മാതൃകയൊക്കെ കേരള PSCയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഹോം പേജിൽ തന്നെ ലഭിക്കുന്നതാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 047125462620 അല്ലെങ്കിൽ 246 എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതാണ് ഒരു അപ്ഡേഷനായിട്ട് കേരള PSC പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ ബൈ.